ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ് കേട്ടോ. ഈ വേനൽ ചൂടിൽ എല്ലാവരും ഹെൽത്ത് നന്നായിട്ട് കെയർ ചെയ്യണേ. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ചൂടിന് ആശ്വാസമായിട്ട് ഇടയ്ക്ക് ഓരോ മഴ വരുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവിടെ വീടിനകത്ത് അധികം ചൂടൊന്നുമില്ല കേട്ടോ. ചുറ്റും കുറേ മരങ്ങളുള്ളത് കൊണ്ട് നല്ല കൂളിംഗ് ആണ്. പുറത്തിറങ്ങുമ്പോഴാണ് ചൂടറിയുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യലൈസ് വ്ളോഗ്സ്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പാലക്കാട് കരിപ്പോട് ശ്രീ ഉച്ചിമഹാകാളിയമ്മൻ ക്ഷേത്രത്തിലെ പൊങ്കൽ മഹോത്സവം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പൊങ്കൽ വയ്ക്കാനായി തുടങ്ങി. വീട്ടിൽ നിന്നും എല്ലാവരും പച്ചരി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരും. ഇവിടെ വന്നിട്ട് വെള്ളമൊഴിച്ച് പൊങ്കൽ ഉണ്ടാക്കും. പായസം വയ്ക്കുന്നവരുമുണ്ട്, വെള്ള നിവേദ്യവും ഉണ്ടാക്കുന്നവരുമുണ്ട്. ഇവിടെ വർഷത്തിൽ 2 പൊങ്കലുണ്ട്. ഒന്ന് ധനുമാസം 11, 12 തീയതികളിൽ, ഏകദേശം ഡിസംബർ 25, 26 അങ്ങനെ വരും കേട്ടോ. അതാണ് മാവിളക്കുള്ള മെയിൻ പൊങ്കൽ. ഈ പൊങ്കൽ നടക്കുന്നത് മേടമാസം 3-ാം തീയതിയാണ്. എല്ലാ മേടമാസത്തിലും 3-ാം തീയതി ആയിരിക്കും ഈ പൊങ്കൽ വരുന്നത്. ഇത് ഫിക്സഡ് ഡേറ്റ് ആണ് കേട്ടോ. ദേവിക്ക് പൊങ്കൽ വയ്ക്കുക മാത്രമല്ല, ഒരു ദേശത്തിൻ്റെ കൂട്ടായ്മ കൂടിയാണിത്. വർഷത്തിലൊരിക്കലെങ്കിലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എല്ലാവരും കൂടി ഒത്തുചേരൽ. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് കുറച്ച് കുറവാണ് കേട്ടോ ആളുകളെല്ലാവരും. വിഷു തിരക്കെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങിയതായിരിക്കും. അതുകൊണ്ട് വലിയ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടോ? ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇങ്ങോട്ട് നോക്കൂ. ഇങ്ങനെ നാട്ടിൻ പ്രദേശങ്ങളിലുള്ള പൊങ്കൽ, അയ്യപ്പൻ വിളക്ക്, കുമ്മാട്ടി, പൂരം ഇതെല്ലാം വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. എല്ലാവരുടെ സൗഹൃദങ്ങൾ പുതുക്കലും, അതുപോലെ ഈ സമയങ്ങളിൽ ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നു. എല്ലാവരുടെയും ബന്ധുക്കൾ വീട്ടിൽ വരുന്നു. ജോലിക്ക് പോയിരിക്കുന്ന മക്കളെല്ലാവരും വീട്ടിൽ ഒത്തുകൂടുന്നു. സഹോദരങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടാവും കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ ഇതൊക്കെ തന്നെയല്ലേ വേണ്ടത്. പൊങ്കൽ വച്ചു കഴിഞ്ഞു.
ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഉറങ്ങി എണീറ്റാൽ നമ്മൾ ഉണ്ടാവുമോ എന്തോ, അത്രയേ ഉള്ളൂല്ലേ ഓരോരുത്തരുടെയും അവസ്ഥ. നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കൈകളിൽ തന്നെയാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒത്തുകൂടി ഹാപ്പി ആയിരിക്കുക. എൻജോയ് യുവർ ലൈഫ്. ഓക്കെ, താങ്ക് യു.